ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ പൂക്കോട്ടൂർ പോകാണ്ട പുറത്താണ്. വീട്ടിൽ നിന്ന് എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പൂക്കോട്ടൂർ എത്തി. ഞാൻ ഇവിടെ മെയിനായിട്ട് വന്ന മെയിനായിട്ട് വന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു കമ്മൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്ര നേരത്തെ ഇങ്ങോട്ട് വന്നത്. ഈ കമ്മൽ ഞാൻ ഈ പശ വെച്ച് ഒട്ടിച്ചിട്ട് പശയായി ഗൈസ്. ഓ, ചാരുവിന്റെ ഡ്രസ്സ് അടിപൊളി കണ്ടിയാ. ഓ എന്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. എൻ്റെ കഴിഞ്ഞ് ഇട്ടിട്ട് കണ്ടാൽ ഇട്ടിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇനി ഇപ്പൊ ഇതാ തുറന്നു ഇപ്പൊ ഞങ്ങൾ ഇനി മാറ്റട്ടെ. നിങ്ങൾ മാറ്റി തുടങ്ങി വെള്ളം വേണ്ട, കോൺട്രാസ്റ്റ് രീതിയിൽ പെയർ വെച്ചിട്ടാ. പിന്നെ ഞങ്ങൾ മാറ്റട്ടെ ഗൈസ്. ചേച്ചി ഇങ്ങോട്ട് നോക്കോ, ഹായ് പറയൂ. അപ്പൊ ഇതാണ് കല്യാണം കഴിഞ്ഞു. പിന്നെ റിസപ്ഷൻ. അപ്പൊ ഇവിടെ നിന്നാണ് ഇവരെ മേക്കപ്പ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണത് ഗൈസ്. ചാരോ ഞാൻ പോയി മാറ്റ്, നമുക്ക് പോണ്ടേ. ഓ എന്റെ അമ്മേ. അപ്പൊ ഗൈസ് ഞാനിത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു വെള്ള സറാറ എന്നുള്ളതിന് പറയാ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് കമ്മലൊക്കെ പെയർ ചെയ്തത് കേട്ടോ. ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട്. ഒന്നിവിടെ കിടക്കുന്നു പഠിച്ചാണ് എനിക്ക്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ പോകാൻ നിൽക്കട്ടെ. സിമ്പിൾ മാലയാണ് ഞാൻ ഇട്ടത്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഹെവി കമ്മലിട്ടുകൊണ്ട് തന്നെ സിമ്പിൾ മാല ഇടാന്ന് വിചാരിച്ചു. എടാ എന്നാ അഞ്ചേച്ചി കേട്ടോ, ഓള് ഒരു ചോളിയാണ് ഇന്ന് സെലക്ട് ചെയ്തത് ഗൈസ്. കൊള്ളാം. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. ഞാൻ പൊട്ടിടുന്നില്ല കേട്ടോ. ഞാൻ സാധാരണ ഒരു പരിപാടിക്ക് പൊട്ടിടാറില്ല. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പൊട്ടൊന്നും ഇടുന്നില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ 2 ഷെയ്ഡ് കൂട്ടിയിട്ടാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടത്. പിന്നെ ഞങ്ങൾ പോകാൻ റെഡി ആവട്ടെ. ഇതാണ് സെക്കൻഡ്. ഒരു ഹായ് പറയും. ഇവർ ഫുള്ള് സെറ്റായി കേട്ടോ. അപ്പം അമ്മൻ ചേച്ചി കൂടെ നോക്കൂ. അമ്മൻ ചേച്ചീൻ്റെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ, സെറ്റ്. ചേച്ചീന് മുടിയൊക്കെ കെട്ടാറുണ്ട്. ഓൾമോസ്റ്റ് റെഡി ആയിനല്ലേ. അഞ്ചേച്ചി ഇവിടെ അഞ്ചേച്ചി ഇങ്ങോട്ടിരിഞ്ഞാ ഇവിടൊക്കെ ഓക്കെ. ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കുട്ടിയേട്ടനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ വേറൊരു ചെക്കൻ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കിത് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതിപ്പോഴല്ല, മുടി സെറ്റ് ചെയ്തിട്ടാണ് അടിക്കേണ്ടത്. ഇവിടെ വേറെ വലിയ ഒരുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇനി ഞാൻ എൻ്റെ മീനുവിനൊന്ന് റെഡി ആക്കി കൊടുക്കട്ടെ. മീനു ഇവിടെ ഡ്രസ്സ് ഇട്ടിട്ട് കുളിച്ചിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഉണക്കി കൊടുക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. നിങ്ങൾ കാണൂല പിന്നെയാണ്. പെണ്ണിന്റെ വീട്ടുകാർ വന്നിട്ട് പോവാണ് കേട്ടോ. ചെക്കൻ ഇതേ ഇവിടെ മുന്നിൽ നിൽക്കുകയാണ്. കരയുണ്ടോ? ചാരു നാടല്ലേ.
ഭയങ്കര ഡാൻസിലായിരുന്നു. പക്ഷെ അപ്പോഴേക്കും MLA ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഡാൻസ് ഒക്കെ നിർത്തി. ആരെ വന്നേ ഇവിടെ? വണ്ടൂർ MLA. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് രാവിലെ ഞാൻ എണീറ്റ് കിച്ചണിക്ക് ചെന്നപ്പോൾ രണ്ടളിയന്മാരും കൂടെ കൂടിയിട്ട് എന്തൊക്കെ പരിപാടിയിലാണ്ട്. അപ്പൊ ചോദിച്ചപ്പോ എനിക്കുള്ള പൊതിച്ചോറ് ഉണ്ടാക്കാണ്. അല്ല സൈഡില് കൊടുക്കാൻ പാടില്ല. ഈ ഉള്ളിലത്തെ റിങ്ങില്ലേ, ഈ ഉള്ളില് കത്തുന്ന ഏറ്റവും ചെറിയത് അതിന്റെ ഉള്ളിൽ കൊടുക്കണം, അല്ലെങ്കിൽ ബാക്ക് ഫയർ ഉണ്ടാവും. ഇത് ഇല കഴുകണ്ടേ? വെച്ചിട്ട് ഇല കഴുകണോ? ഇങ്ങനെ ആരെങ്കിലും ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? എന്തെങ്കിലും കമന്റ് ചെയ്യണേ. ആ പൊടിയൊക്കെ അതിൽ മിക്സ് ചെയ്ത് വരുമ്പോ ഒരു ടേസ്റ്റ് ആയിരിക്കും. മണ്ടു അത് കഴുകും, അത് ആദ്യം കഴുകിയ പൊട്ടണ്ട വിചാരിച്ചിട്ടാണ്. അല്ല എങ്ങനെയായാലും ഇങ്ങനെ ഇതില് തരില്ലെന്നൊക്കെ അറിയാം. ഒരു വീഡിയോ എടുക്കണ തന്നെ അതിനാണെങ്കിൽ ഇതില് തരാതിരിക്കാൻ ഒന്നും കൂടി കാണണ്ടേ? അത്ര മതി. ചളി ഡിറ്റക്ട് ചെയ്ത് രണ്ടാളിയന്മാരും കൂടി ചോറാക്കി കൊടുക്ക. ഒരു പേപ്പർ വേണ്ടേ? നിനക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലല്ലേ? ഇതാക്കി കൊടുക്കാനുള്ള പാത്രം തോന്നുന്നു. അടുക്കള കയറി ചിക്കൻ ഫ്രൈ. വലിയ ഷെഫാണ്. വേദനിക്കും. ഉപ്പ് കല്ലിക്കും ഒരു മുട്ടയുള്ളൂ. നേരെ ഉള്ളി അല്ല ഈ ഉണ്ടാക്കണ ആൾക്കറിയില്ലേ ഉപ്പിടേണ്ടത് എത്രയാണ്? ഇങ്ങനെ ഇടണം ഉപ്പ്. രണ്ടാളിയന്മാരും കൂടി നിക്കാണ്. ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനാണ്. എന്നാലേ അത് നന്നാവുള്ളൂ. ഇവിടെയോ? ഇവിടെ കയ്യിലുണ്ടാവില്ല. നിങ്ങള് കൈ കൊണ്ട് മറിച്ചിടുവോ? ഇല്ല, ഇവിടെ കത്തിയൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും പുല്ലും ആയുധമൊന്നുമില്ലേ? ഒരാൾ കയ്യിൽ വരാൻ പോയാണ്. കിട്ടിയോ? ഓ കത്തി വെച്ചിട്ട് കത്തി ഉണ്ട് താട്ടാ. ഇത് കയ്യില് താട്ടന് ഇത് ഡെയിലി ഇത് ഉണ്ടാക്കി നല്ല എക്സ്പീരിയൻസ്. ചോറ് വിളമ്പല്ലേ? അല്ല ആ ഭാഗം ചൂടാവണ്ടേ? ഈ ഭാഗമൊക്കെ ഓൾറെഡി ചൂടായി കരിഞ്ഞു പോകും. സാധനം നാശോ. മുട്ട ആദ്യം ചോറാണ് പിന്നാല് മിക്കവാറും ഇത് മറിച്ചത്. കിട്ടി കിട്ടി കിട്ടി. നഞ്ഞി ചോറ് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു മുട്ട ഉണ്ടാക്കിയത്. ഒരു രണ്ടാളും കൂടി അത് തിന്നും തോന്നുന്നു. വേണ്ട ചോറ്
ഇത് ഒരു മുട്ട തന്നെയാ അതെന്തിനാ അറിയോ ഇവിടെ ചെറിയൊരു ഹോളുണ്ട് ഞാൻ കൈക്കൂടെ ലീക്കായി കൊണ്ടുപോയി ആ ജിമ്മി വേണേ കൊതുക്കി വെച്ചു അതിലിത്തിരി ചോറില്ല ഇത്ര ഓഫീസിൽ ഇത്ര ആൾക്കാർക്കുമ്പോ ഞാൻ ബിരിയാണിന്റെ മുമ്പില് മതി 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 ഒരു ഇല വെച്ച് കൊടുത്തത്. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇത്രയല്ലേ ഉള്ളൂ? ആ മതി. ബിരിയാണി ആയതുകൊണ്ടാണ് അത്ര എടുത്തത്. സോയാബീൻ കയ്യിലുണ്ടമ്മ? അത് തട്ടികളി അത് തട്ടിക്കാളി ചീച്ചട്ടി അല്ലെങ്കിലും എവിടെ വേണേലും ഇട്ടത് മതി മതി. ഞങ്ങൾ മതി. അതാ അതാ ഇട്ടെടുക്കാം. അമ്മ ഓടി വന്ന് ചോറ് തമ്മിൽ ഇല തമ്മിൽ വറുത്ത് പൊതിയോ നമുക്ക് അങ്ങനത്തെ പരിപാടി പൊട്ടി ഇല പൊതിയാൻ അറിയാത്തവർക്ക് ആ റബ്ബർ ബാൻഡ് ഇട്ടാ മതി. സ്കൂൾ കുട്ടികളെ ചാരൊക്കെ രാവിലെ അങ്ങനെ പോയത് മുട്ടൊക്കെ കുറച്ച് പൊറുക്കി ഓഫീസിൽ പോണേ തിന്നാനോ അവിടെ എത്തി അപ്പൊ തന്നെ എടുക്കുന്നു. അയ്യോ ഇന്ന് ഇനി നാട്ടിലെ ജിബാട് ഉച്ചയാകുമ്പോ ഉണ്ണിമോളത് തിന്നോ? ഫീഡ്ബാക്ക് അറിയാതെ പോവാൻ റെഡി ആവട്ടല്ല. പോവാട്ടെ. റെഡി ആയി. മുട്ടി കൊണ്ട് പൂജാറുമ്പോ പോലെ തന്നെ ഓക്കെ നിക്കണോ ഒരു കാര്യം പുറത്തേക്കിട്ട് അതൊന്നും വീഡിയോ എടുക്കല്ലേ. അപ്പൊ എനിക്ക് ചോറ് വേണ്ടേ? വെള്ളം ഈ സ്ട്രൈറ്റ്നറും തേങ്ങയും വാങ്ങി ഒരുപാടത് ബാഗ് വലുതാക്കേണ്ടിയിരിക്കുന്നില്ലേ? ഞാൻ കേറിയപ്പോഴേ ഇങ്ങോട്ട് പോയപ്പോ ബസ് കേറിയപ്പോ ഒരാള് വേഗം ബാഗ് വാങ്ങിച്ച് ഞാനിത് പിടിച്ചിട്ട് ഇങ്ങോട്ട് പൈസ നടക്കണം. അപ്പൊ ബാഗ് കൊണ്ടുപോളെ ഞാൻ പിടിക്കാം. ഇത് ഓഫീസിന്റെ ബാഗ് അങ്ങനെയല്ല. ഇതില് സ്ട്രൈറ്റ്നർ ഉണ്ട്, ഡ്രസ് ഉണ്ട്. വേറെ കവറിലിട്ട് പിടിച്ചെന്നാല് അയ്യ അതൊക്കെ മടിയാവും. ഇങ്ങനെ തൂക്കി പിടിച്ച് വേഗം പോട്ടെ. ഇങ്ങനെ അവൾ പോവുകയാണ്. അപ്പൊ ഗൈസ് രണ്ടളിയന്മാരും കൂടെ സെറ്റാക്കി തന്നിട്ടുള്ള പൊതിച്ചോറ് ഇതേ ഓപ്പൺ ചെയ്യട്ടോ. അതുപോലെ തന്നെ മുട്ടയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി. പിന്നെന്തോ സോയാബീൻ നെയ്ച്ചോറാണോ എന്നുണ്ട്. ഇതെങ്ങനെ ഇപ്പോൾ ഏത് ഭാഗത്തേക്കായിരുന്നു ആക്കണേ? ഏത് ഭാഗത്തേക്കല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേ ചോറ് ഇവിടെ സെറ്റായിട്ട് ഞാനത് ഫ്ലാഷ് ഇടട്ടെ. വാവ്. അങ്ങനെ പിന്നെ ഒരു അടിപൊളി പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട് അവരുണ്ടാക്കിയത് കൊണ്ടാണോന്ന് അറിയില്ല, മുട്ടയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്തിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ടാറ്റാ.